അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ആരിഫ. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. തിരൂർ നിഷാൽ അഹമ്മദ് എന്ന യൂട്യൂബർ 100-ൽ പരം സ്ത്രീകളെ, അതും മാരേജ് കഴിച്ച സ്ത്രീകളെ ഹണി ട്രാപ്പിൽ പെടുത്തി ലക്ഷങ്ങൾ കൊയ്ത, ലക്ഷങ്ങൾ പറ്റിക്കുക, ചതിച്ച ഒരു വീഡിയോ ഇന്നലെ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു അവൻ്റെ എല്ലാ കാര്യത്തിനും അവൻ്റെ വീട്ടുകാരും കൂടെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു ബാക്കി ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ അതിൽ ഞാൻ അവരുടെ ഉമ്മാൻ്റെ വോയിസ് റെക്കോർഡൊക്കെ ഞാനിതിൽ കേൾപ്പിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ട് നോക്കണം. ആദ്യത്തെ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്കായിട്ട് ഞാൻ ഇതിൽ തന്നെ നമ്മളെ കമൻറ്റിൽ ഈ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് ബാക്കി ഭാഗം മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കാണാൻ, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. അതിനാരും മടിക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം തരിക. അപ്പോൾ എന്തായാലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ പറയാൻ പോകുന്ന വിഷയം, അവൻ വീട്ടിൽ ഇരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നതും ലൈവ് ഇടുന്നതും. ലൈവ് എന്ന് പറഞ്ഞ സെക്ഷൻ തന്നെ അവനക്കുണ്ട്. ലൈവിലാണ് അവന് അധികം കോപ്രായങ്ങൾ കാണിക്കുന്നതും പറയുന്നതും കണ്ടന്റ് പോലെയുള്ള സംഭവങ്ങളാണ് അവൻ ചെയ്യുന്നത്. അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെ അവന് ലൈവിലിരുന്ന് പറയും. അത് കാണാനുള്ള ആൾക്കാരുണ്ടായതുകൊണ്ടാണ് അത് അവൻ പറയുന്നത്. അതിന് നമ്മൾ ചാൻസ് ഒരുക്കി കൊടുത്തിട്ടാണ്, അത് വേറെ കാര്യം. പക്ഷെ ഇത് വീട്ടിലിരുന്ന് പറയുമ്പോൾ വീട്ടുകാരുണ്ടാവുമല്ലോ, അവർ കേൾക്കാതിരിക്കില്ലല്ലോ. വാതിലടച്ച് പറയുകയാണെങ്കിലും ഇടയ്ക്ക് കേൾക്കാൻ വരുമല്ലോ. ഇല്ലാത്തതാണെങ്കിലും അത് കേട്ടിട്ട് വരേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പം എന്തായാലും ഈ ഒരു ലൈവിൽ സംസാരിക്കുമ്പോൾ ഉമ്മ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഷൗട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്. ആ ലേഡി വളരെ റോങ് ആയിട്ടാണ് സംസാരിക്കുന്നത്. എന്താവട്ടെ ഇങ്ങനെ ആവട്ടെ, ഒരു ലൈവ് സെക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മകന് തെറ്റ് ചെയ്തിക്കണോ ഇല്ലേന്നൊന്നും അറിയാതെ എല്ലാ ഉമ്മമാർക്കും അവനവൻ്റെ മക്കൾ പ്രിയപ്പെട്ടവർ തന്നെയാണ്. ഇനിയിപ്പോൾ ആരെന്ത് പറയുകയാണെങ്കിലും നമുക്കത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് വരും. അതുപോലെ തന്നെ വലിയ വലിയ തെറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയാം എൻ്റെ മോൻ അങ്ങനെയല്ല, ചെറുത് ചെയ്യുകയാണെങ്കിലും എൻ്റെ മോൻ ചെയ്യൂല എന്നുള്ളൊരു വിശ്വാസമാണ് നമുക്ക് നമ്മുടെ മക്കളിൽ. പക്ഷെ നമ്മൾ പലരും അത് പറയുമ്പോൾ, പലയിടത്തും നമ്മൾ കേൾക്കുമ്പം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ട്, അതായത് പോക്സോ കേസിൽ പെട്ട ഒരു വ്യക്തിയാണ് എൻ്റെ മകന്. അപ്പം അവന് ഇത്ര ചെറിയ കുഞ്ഞിനോട് ഇത്ര ക്രൂരമായിട്ട് അവർക്ക് പെരുമാറാൻ പറ്റുമെങ്കിൽ അവനെ ഒന്ന് വാച്ച് ചെയ്യേണ്ടത് വീട്ടുകാരുടെ കടമല്ലേ? പ്രത്യേകിച്ച് ഉമ്മ ഇത്ര വലിയൊരു സോഷ്യൽ മീഡിയയിൽ ലൈവ് ഇടുമ്പം അതിലൊപ്പം വന്നിട്ട് മകനെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പം എത്രമാത്രം സപ്പോർട്ട് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടാണ് മകന് വീണ്ടും വീണ്ടും ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടിയിട്ടുള്ളത്, അതൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഉമ്മ കൂടെ നിൽക്കുന്നുണ്ട്. ഉമ്മക്ക് ഒന്നും വേണ്ട, ഉമ്മ എങ്ങനെ ആയാലും വേണ്ടില്ല, മകന് പൈസ കൊടുത്ത് കാര്യങ്ങൾ നടത്തിയാൽ മതി എന്നുള്ള ഒരു ചിന്തയാണ് ഉമ്മക്കുള്ളത്. അപ്പോൾ ആ ക്യാഷ് കിട്ടുമ്പോൾ ഹറാമാണോ ഹലാലാണോ അല്ല പറ്റിച്ചതാണോ വഞ്ചിച്ചാണോ ചതിച്ചാണോ ഒന്നും നോക്കാനില്ല. അപ്പോൾ മകന്റെ സൈഡ് എന്തായാലും ഉമ്മ പറയുന്നു. അപ്പോൾ ഈ ലൈവിൽ നിന്നിട്ട് ഉമ്മ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിന്ന് കേട്ടു. കാര്യങ്ങളല്ല, ബാഡായിട്ടുള്ള ഒരു സംസാരങ്ങളാണ്. അപ്പം അത് നിങ്ങൾ കേട്ടു കിട്ടാ. ആ ഭാഗത്ത് റൂം എടുത്ത്, അല്ലാണ്ട് ഇവിടെ ചെയ്യാൻ വേണ്ടി കൊണ്ടപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. രാത്രി മതിലായിരുന്നു, എനിക്ക് എന്തിനാ ഇവിടെ റൂം എടുത്തുകൊണ്ടേണ്ട ആവശ്യം? എന്താ പ്രാന്തം? മാസം 3 പ്രാവശ്യം മതിലായിരുന്നു, എനിക്ക് എന്താടാ എന്നൊക്കെ റൂം എടുത്തുകൊണ്ടേണ്ട ആവശ്യം? ഇതൊക്കെ സത്യമാണോ ബ്രോ? ലൈവിൽ അത് അവൾക്ക് പ്രാന്ത്, അവള് പറയാ അവളെ റൂം എടുത്തോണ്ട് ഞാൻ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു വളരെ കാര്യം ഇവിടെ പറഞ്ഞുതരാം. എന്റെ കാമുകനല്ലേ ഒരു ആ പ്രവാസി അല്ലേ? തൊള്ളേന്ന് വർത്താനം പറയതി ബാപ്പി എങ്ങനെ നടക്കുന്നത് നോക്കടി. അതിനെ കഴിച്ചു വിട്ടിക്കല്ലേ? അതിനെ വേണ്ട വേണ്ടാന്ന് വിചാരിക്കുമ്പോ വീണ്ടും വീണ്ടും ഞങ്ങളെ കുടുംബത്തിന്റെ മൊത്തത്തിൽ ഇത് മാനം കെട്ടിയ ഇത് എന്താ വിചാരിച്ചത്? നിങ്ങളെ പോലെ ഇതാണ് ഞങ്ങളിന്നാ തൊള്ളേന്ന് വർത്താനം പറയണ്ടത്. ഞങ്ങൾക്ക് വേറെ വല്ല പ്രാന്ത് മകൻ പപ്പഴം വെച്ച് തങ്ങൾക്ക് ഇടാൻ വേണ്ടി തന്നെ നിർത്തി കെട്ടോളെ. ഇതിന് മുന്നേ ഒരു വളരെ പ്രശ്നമായിട്ട് വന്നേ. അതിന് ആൾക്കാർ ഉണ്ട്, ഒരു പ്രവാസി ഉണ്ട്, മുബഷീർ ഉണ്ട്, ഇതൊക്കെ ഉണ്ട് ഇതിന്റെ ഉള്ളില്. ആ ആളെ ഞങ്ങൾ എന്തായാലും പിടിക്കാനും ചെയ്യും. നിങ്ങളെല്ലാരും നിങ്ങളെ 4 ആൾ ഞങ്ങൾ പിടിക്കും. ഖത്തറിന്റെ ഒരു പ്രവാസി പറഞ്ഞോട്ടെ, ഞാൻ മൈൻഡ് കൊടുക്കുന്നില്ല. എന്തേ കുടുംബത്തിനെ മൊത്തത്തിൽ മാനം കെട്ടി അസുഖമാണ് എനിക്ക്. ഒരു നല്ലൊരു നോക്കണ മാപ്പിള എന്റെ മോനെ പിടിച്ചു വെച്ചിട്ട് ഞങ്ങളെ കുടുംബം മുഴുവൻ മൊത്തത്തിൽ ഇത് മാനം കെട്ടി. ഓക്ക് പ്രാന്താണ്. അത് മെയിൻ കൊടുക്കണ്ട, ചെല്ലി പോന്ന നിലമ്പൂര് പോലീസുകാർക്ക് ഒക്കെപ്പാടുള്ള കോളേജ് ഞങ്ങൾ തരാൻ നിക്കണത്. ഹൈക്കോടതി കൊടുത്തിട്ടുണ്ടല്ലോ തീരുമാനം. വൃത്തിയാണ് ഇങ്ങനെ പറയാ. ചെല്ലി അതിന്റെ കുടുംബം എന്താണ് ആദ്യം അവിടെ ഞങ്ങൾ പോയി അന്വേഷിച്ചത് അടിച്ച് എന്താന്നല്ല നിങ്ങളെ നാട്ടിൽ നിന്നൊക്കെ കേസ് കേൾക്കലല്ല. ഒരു കേസ് കോടതിയിൽ നടക്കുമ്പോ വീണ്ടും വീണ്ടും വെറുതെ അവരെ ചൊറിഞ്ഞു വരിക. എനിക്ക് എന്തിന്റെ കേടാണ് എനിക്ക്?
എന്തൊക്കെ വൃത്തിയായിട്ട് പറയുന്നത്? എനിക്ക് എന്റെ മോളൊക്കെ അവിടെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇത് എന്തിനാണ് ഈ തൊള്ളയിൽ പറഞ്ഞ് വർത്താനം പറയാൻ നടക്കുന്നത്? ഏത് പണിയാണ് അവനെ പീഡിപ്പിച്ചാണ് എൻ്റെ അവിടെ കൊണ്ടാക്കിയത്? കണ്ട ആണുങ്ങളെ മുഴുവൻ ഒപ്പം മുഴുവൻ ഇങ്ങനെ തെണ്ടി തേരോടുക. ഇത് എന്താ വിചാരിച്ച ഞങ്ങൾക്ക് കുടുംബമൊന്നും ഇല്ലാന്ന് വിചാരിച്ച? ഞങ്ങൾ എന്താ മുടി വെക്കാൻ നടക്കുന്ന ആൾക്കാരാണ് വിചാരിച്ചിട്ട് ഞങ്ങളെ മാനം കെട്ടുന്നത്? നല്ല ഓർത്ത് നിന്നോണ്ടി എന്താല്ലേ ഒരു ഉമ്മാന്റെ സപ്പോർട്ട്, ഇത്രയധികം സപ്പോർട്ട് ഉമ്മ കൊടുക്കുമ്പോ ഈ മകന് ഇതെല്ലാം ഇതിനപ്പുറം ചെയ്യൂലേ? എത്രയും നന്നായി ഇപ്പൊ തന്നെ അതാ പിടിക്കപ്പെട്ടത്. അതുകൊണ്ട് അവൻ അറസ്റ്റായി. ഇല്ലെങ്കിൽ എത്രമാത്രം കുട്ടികളും പിന്നെ അതുപോലെ തന്നെ കല്യാണം കഴിച്ച സ്ത്രീകളും ഇതിൽ ഉൾപ്പെടും. പിന്നെ ഇതേപോലെ നടക്കുന്ന സ്ത്രീകളും ഒരുപാടുണ്ട്. പിന്നെ വേദനയും വിഷമം എന്ന് പറയുമ്പോഴത്തിന് അങ്ങോട്ട് വീഴുന്ന വെറുതെ നടക്കുന്ന സ്ത്രീകളുണ്ട്, രസത്തിന് പോകുന്ന സ്ത്രീകളുണ്ട്. പലരും പല രീതിയിലാണ്. അതല്ലാതാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് ഇങ്ങനെയൊക്കെ പോകുന്നതും അതുപോലെ കണ്ടന്റ് ഇടുന്നതും. അതുപോലെ തന്നെ പിന്നെ ഒരാൾ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന കഥകൾ തന്നെ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ഇത് പറഞ്ഞാൽ ഇതിലൊന്നും ഒരു സത്യം ശരിക്കും കറക്റ്റായിട്ട് ഒരിക്കൽ പോലും പുറത്തു വരില്ല. അതൊന്നും സത്യാവസ്ഥയായിട്ടല്ല നമ്മൾ കാണുന്നത്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും മറ്റുള്ളവർ കഥകൾ കേട്ടിട്ട് അറിഞ്ഞിട്ടെങ്കിലും ആ ഒരു വിവേകം നമ്മുടെ സ്ത്രീകൾക്കില്ല. അപ്പോൾ അത് അറിഞ്ഞിട്ട് വീണ്ടും വീണ്ടും അതിന് വീണുകൊണ്ടിരിക്കുന്ന ഈയാമ്പാറ്റുകളെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ. അപ്പോൾ വിവരമുള്ളവരുണ്ട്, വിവരമില്ലാത്തവരുണ്ട്, ഒരുപാട് വിവരങ്ങൾ കൂടിയവരുണ്ട്. അപ്പോഴും അവർക്കും ഇത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഇല്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പെടേണ്ടവർ പെടും, ഇങ്ങനത്തെ ജാതി ആൾക്കാരുണ്ടാവുമ്പോൾ. എന്നാലും ശരീരം നമ്മളതാണ്, ക്യാഷ് നമ്മളതാണ്. ഇത് രണ്ടും നമ്മൾ കെയർ ചെയ്താൽ എന്താവും? നമുക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റും. മനസ്സമാധാനം നമ്മളതാണ്, അതും നമുക്ക് നഷ്ടപ്പെടും. ഇതൊന്നും ആരും നമുക്ക് കൊണ്ടുവന്ന് തരില്ല. അപ്പം അതുകൊണ്ട് നമ്മളെത്രയും കാര്യങ്ങൾ നമ്മൾ കെയർ ചെയ്താൽ നമുക്ക് സമാധാനത്തോടെ, നമ്മുടെ കുടുംബത്തിന് സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പം ഇത് കൂടാതെ വേറൊരു വോയിസും കൂടെ ഉണ്ട്. അതായത് വേറൊരു സ്ത്രീക്ക് അയച്ചു കൊടുത്തതാണ് ഇവൻ്റെ ഉമ്മ. ആ വോയിസ് ക്ലിപ്പും കൂടെ ഒന്ന് നിങ്ങൾ കേട്ട് നോക്കി. കുറച്ച് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നുള്ളൂ, എന്തായാലും കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫുള്ള് ഞാൻ വോയിസ് ഇതിൽ കൊടുക്കാത്തത്. കുറച്ച് നിങ്ങൾ കേട്ട് നോക്കി. പിന്നെ എനിക്ക് ക്യാഷ് വേണ്ടടി. എൻ്റെ ക്യാഷ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലും എൻ്റെ കാടാമ്പുഴയിലും എത്തും. ബാക്കി ഞങ്ങൾ പത്തനംതിട്ടയിലും എത്തിക്കൂട്ടാ. നാളെ എല്ലാവർക്കും വരുന്നുണ്ട് കോള്, എല്ലാവർക്കും വരുന്നുണ്ട്. എൻ്റെ എല്ലാ ശിങ്കിടിയേക്കും വരുന്നുണ്ട്. എല്ലാവരും നിങ്ങളെ വീട്ടുകാരും നിങ്ങളും കൂടെ ആ ചെക്കനെ കൊണ്ട് യൂസ് ചെയ്തുങ്ങാണ്ട് മോളൊക്കെ എടുത്തി കൊടുത്തുകൊണ്ട് എല്ലാ തമ്മാർത്തരം ചെയ്തുങ്ങാണ്ട് ചെക്കനെ കൊണ്ട് അതിൻ്റെ ഉള്ളിലിട്ടാൽ ഞങ്ങൾ വീട്ടുകാർ വെറുതെ ഇരിക്കും വിചാരിച്ചാ, നാട്ടുകാരും വീട്ടുകാരും വെറുതെ ഇരിക്കും എന്ന് വിചാരിച്ചാ. ഒരാൾക്ക് ഇത്ര തോനെ പീഡന കേസ് വരൂലടി, ഒരാൾക്ക് ഇത്ര തോനെ പീഡന കേസ് വരൂല. ഇങ്ങളെപ്പോലത്തെ പെണ്ണുങ്ങൾ മാടി കൊടുത്തിട്ട് അടി വന്നിക്കണത്. അതുകൊണ്ട് നിങ്ങളെ മാടല് ഇതോടുകൂടി ഞാൻ നിർത്തും. നോക്കിക്കോ, നാളെ നേരം വെളുക്കും നിങ്ങളെല്ലാരും തിരൂരെത്തും. നോക്കിക്കോ ട്ടാ. എടി അനക്കൊക്കെ ഒരു തള്ളിയും തന്നില്ലടി. അന്നൊക്കെ കൂട്ടി കൊടുക്കണ നേരം ചത്തൂടെ നിങ്ങൾക്കൊക്കെ? കണ്ടൊക്കെ ഉമ്മ വെച്ച മക്കളെ കൊണ്ടേ ഇങ്ങനെ അന്നൊക്കെ ഒരു തള്ളനെ അവർക്ക് കേട്ടാ പ്രാന്തണ്ടടി. എനിക്ക് പൈസ വേണ്ടേ? എനിക്ക് പൈസ തരടി. വൃത്തിയെല്ലാം നാളെ തിരൂരെത്തും. തിരൂര് വന്ന് അടിയും കുട്ടുങ്ങക്കിന്റെ ഞങ്ങൾ എടുത്തുനിന്ന് തിരൂർക്ക് ഇങ്ങോട്ട് വാ. അനെ കാടാമുള്ള കുടുംബക്കാരുണ്ടല്ലോ, നാളെ രാവിലെ ഞങ്ങൾ ഫാമിലി പോണത് അവിടുക്കാ. ആദ്യം എന്റെ ചിത്രം അവിടുന്ന് തുടങ്ങാം. പിന്നെ പത്തനംതിട്ടേക്ക് ഞങ്ങളെ കുടുംബത്തിന് അതിന്റെ മാപ്പന്റെ എല്ലാ അഡ്രസ്സും ഞങ്ങൾ വിട്ടിട്ടുണ്ട്. അവനെ ഞങ്ങൾ ജയിപ്പിക്കും. നോക്കിക്കോ, അന്നെ ഞങ്ങൾ തോൽപ്പിക്കും ചെയ്യും. ഇതൊരു വൃത്തികെട്ട പെണ്ണാണ് ഞങ്ങൾ. ഇതെന്താണ് വിചാരിച്ചത്? അൻഷിരി ഇജും ആ മറ്റോർത്ത് കിടങ്ങാൻ തമ്മാർത്തരം ചെയ്യണം. അവളും കുറച്ച് പൈസ അയച്ചെന്നാണ് ഈ തേവിടിച്ച് വൃത്തികെട്ട പെണ്ണുങ്ങൾ കുറച്ച് പൈസ കൊടുത്തുകയാണ്. നിങ്ങൾ എല്ലാവരും കൂടെ നിശാലിനാണ്ട് വളർത്തുന്ന് വിചാരിച്ചാ. നിങ്ങൾ എന്തിനാണ് ഈ നിശാലിനെ യൂസ് ചെയ്തതെന്ന് ഞങ്ങൾ തെളിയിച്ചിരിക്കും. ഞങ്ങൾ ഇനി നിങ്ങളെ യൂസ് ചെയ്യൽ പറ്റൂല. നോക്കിക്കോണ്ടി ട്ടാ. എന്നിട്ട് പെരയിലിരിക്കണേ ഞങ്ങളെ മേത്തേക്ക് നിങ്ങൾ കുതിര തേവിടിച്ചാളെ സ്വന്തം തള്ളിയും താണ്ടി പേച്ചുണ്ടാക്കി ഇങ്ങോട്ട് ഇറക്കി ഇങ്ങോട്ട് വിടും. ഇഞ്ഞിങ്ങളെ തൊള്ള പൊന്തൂല. നാളെ ചാനലിൽ ഞങ്ങളാ കയറുന്നത്. ഇങ്ങളെ ഫോട്ടോ എല്ലാം ഞങ്ങൾ കയറ്റും. നോക്കിക്കോ, ഞങ്ങൾ ഇനി ഒതുങ്ങും നിങ്ങൾ വിചാരിക്കണ്ട ട്ടാ. ഞങ്ങൾ ഇനി ഒതുങ്ങൂല. ഒതുങ്ങാതെ തന്നെ ഞങ്ങൾ കളിക്കണ കളിയൊക്കെ ഇതൊക്കെ നോക്കിക്കടി. വൃത്തി കെട്ടോളെ താന്തിയും തള്ളിയും പാടെ ഒരുമ്പെട്ട് നടന്നാണ് മക്കളുണ്ടാക്കിയിട്ട് നായ്ക്കള്. എൻ്റെ ഭർത്താവിന്റെ വീട്ടിലും എൻ്റെ കാടാമ്പുഴയിലാണ് രാവിലെ 6 മണിക്ക് ഞങ്ങൾ എത്താൻ പോണത്. അത് കഴിഞ്ഞ് പത്തനംതിട്ടയിൽ അവന്റെ വാപ്പാന്റെ ബാക്കിയുള്ളവർ അവിടെ എത്തും. നാട്ടുകാർ അറിയട്ടെ, ചാവ് വിഷം കുടിച്ച് ചാവ്. ഇമ്മി മാപ്പി മക്കളൊക്കെ പാടെ ചാവ്. ഒരു ചെക്കനെ യൂസ് ചെയ്തിങ്ങാട് കാമം മൂത്ത് നടക്കുക. നിങ്ങളെപ്പോലത്തെ പെണ്ണുങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ, മൂലക്കിടണം. സ്വന്തം അമ്മയും മാപ്പി, നിങ്ങളമ്മയും മാപ്പിയൊക്കെ കയറട്ടടി ജയിലില്ലേ. അവരാരും കൂട്ടി കൊടുത്തിക്കണത്. ഞങ്ങൾ എവിടെയെങ്കിലും നിങ്ങളെ ബന്ധത്തിലുണ്ടോ നിങ്ങൾ തെളിയിച്ചിരിക്കണം. നിങ്ങളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ വിട്ട മെസ്സേജ് ഇടല്ല അതൊക്കെ കണ്ടുകൊണ്ട് ജീ നിങ്ങളുടെ തുളുമ്പുണ്ടല്ലോ കിടന്നിട്ട് തുളുമ്പൽ ഞങ്ങൾ കാണിച്ചു തരാം. ₹1 ഞാൻ തരല്ലേടി. ₹1 എടുക്കടി കേസിന്റെ മോന്റെ പേരില് കൊടുക്ക്. എന്തിനാ എന്റെ മോന് പൈസ തന്നതൊക്കെ ഞങ്ങൾ തെളിയിച്ചോളാം. നിങ്ങൾ ഓരോരോ പെണ്ണുങ്ങളും പൈസ കൊടുത്തിക്കണം എന്തിനാന്നല്ലേ ഞങ്ങൾ തെളിയിച്ചോളാം
നാരണങ്ങളെ തലങ്ങൾ താഴ്ത്തി നിങ്ങൾ ഓടണം കോടതിൻ്റെ ഉള്ളിൽ നിന്ന് ഓർത്തോ ട്ടാ. നമുക്ക് കാണാം. ഇനി ഞങ്ങൾ വെറുതെ ഇരിക്കും നിങ്ങൾ വിചാരിക്കണ്ട. ഇതെന്താ പത്തനംതിട്ടയിൽ ഞങ്ങൾക്ക് ആളില്ല എന്നാ ഞങ്ങൾക്ക് അറിയില്ല. വരി വരിയായിട്ട് എത്തോടെ അവന്റെ ബാക്കിയുള്ളവർ നിങ്ങളെ കുടുംബത്തില്. ഇവിടെ ഞങ്ങൾ പോയിട്ട് ഇവിടെ ഞങ്ങൾ നാട്ടിക്കും. അവൻ ജയിലായത് നല്ലതെന്ന് ഞങ്ങൾ അന്നെപ്പോലത്തൊക്കെ ഫ്രോഡുകൾ ഒഴിവാക്കാൻ പറ്റിയ ചാൻസ് ഇതാണ്. നല്ലതെന്ന് ഞങ്ങൾ വിചാരിക്കുക. കായ് എന്തിനു കൊടുത്തതാണ് ചിന്നോട് പറഞ്ഞത്? എന്തിനാണ് ഞങ്ങൾക്ക് കായ് കൊടുത്തത്? കാമമൂത്ത നായ്ക്കളെ എല്ലാം നാളെ വരി വരിയായിട്ട് ഇവിടെ എത്തും. 2 സ്നേഹിതന്മാരുണ്ടല്ലോ ഞങ്ങൾ തിരൂര് ഇറക്കിയിട്ട് കേടിയാളെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ഒഴിവാക്കിയ നിശാലിനെക്കാട് ഗതി കേട്ട 2 കേടിയാളുണ്ട് ഇപ്പൊ നിങ്ങൾ കൂട്ടുപിടിച്ചിട്ട്. ഒന്നെന്താ ഷിബുവാ, ഒന്നെന്താ വേറെ എന്തൊരു പേര്. അവർ അതിനെക്കാട് വലിയ കേടിയാൾ. അവർക്കുള്ള കേസ് വേറെ, ഇങ്ങക്കുള്ള കേസ് വേറെ. എല്ലാം ഇങ്ങോട്ട് വരി, എല്ലാം വരി വരിയായി തിരൂർക്ക് ഇങ്ങോട്ട് വരി. ഞങ്ങളെ നേരക്ക് നിങ്ങൾ കുതിര കയറിയിട്ടുണ്ടാവും. ഞങ്ങൾ നിങ്ങളെ കൊണ്ട് ഛർദ്ദിപ്പിക്കാനേ ചെയ്യും. ഇന്ത്യന്റെ മോളിൽ നേരക്കിട്ടാ കണ്ണി കാണാൻ. എന്റെ അമ്മക്കൊക്കെ അടി കൂട്ടി കൊടുക്കുന്ന സ്വഭാവോ വൃത്തികെട്ട നായ്ക്കളെ. നിങ്ങൾ എന്തുണ്ടായി ഞങ്ങളെ പറയാൻ നിൽക്കണേ? ഒന്നും അറിയാത്ത പോലെ രാമൻ ആരാണെന്ന് പറഞ്ഞിരുന്ന ഒന്നും അറിയില്ല വിചാരിച്ചാ. അന്റെ ഭർത്താവിന്റെ വീട്ടിൽ വരെ ഞങ്ങൾ പോകും. നോക്കിക്കോ. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തൊരു സപ്പോർട്ടല്ലേ? അപ്പൊ അന്ധമായിട്ട് അവനെ മകനെ, അവന്റെ സ്വന്തം മകനെ ആ സ്ത്രീയോട് വിശ്വസിച്ചിരിക്കണേ. അല്ല, ഇത്രയും പെണ്ണുങ്ങളെ വിശ്വസിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഉമ്മാനെ ആദ്യം വിശ്വസിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. ഇതിൽ തന്നെ അവന്റെ വിജയം ഉണ്ടായിട്ടുണ്ടാവുക. വീട്ടിലും വീട്ടുകാരോടും അതുപോലെ അവനെ ഉമ്മാനെയും പെങ്ങന്മാരെയും എല്ലാവരും വിശ്വസിപ്പിച്ച് അവർക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അവനെ പുറത്ത് കാണിക്കുന്നത്. അവരന്തമായി വിശ്വസിക്കാൻ പിന്നെ മറ്റുള്ളവർക്ക് എങ്ങനെ പറ്റിക്കാൻ പറ്റും എന്നുള്ളത് അവനായിക്കൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് കിട്ടിയ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആ ഒരു സംഭവമാണ് അവന് മറ്റുള്ള സ്ത്രീകൾ കൊടുത്തിട്ടുള്ളത്. എന്തായാലും നമ്മൾ ഒരാളെ പറ്റിക്കുമ്പോൾ ചതിക്കുമ്പോൾ അത് ആസ്വദിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരോടും കൂടെ പറഞ്ഞിട്ട് ആസ്വദിക്കുന്നില്ലേ? ഇതെല്ലാം നമ്മുടെ കുടുംബത്തിലും ഉണ്ട് സ്ത്രീകൾ എന്നുള്ളത് ഓർമ്മ ഒരിക്കലെങ്കിലും അവൻ്റെ കൽബിലുണ്ടെങ്കിൽ അവൻ ഒരിക്കൽ പോലും ഞാനൊന്നും ചെയ്യില്ല. ഇന്ന് ഞാൻ, നാളെ നീ എന്നാണ്. എന്തായാലും അതിൻ്റെയൊക്കെ വേദനകളും വിഷമങ്ങളും ദുനിയാവിൽ തന്നെ തീർത്തിട്ടേ പോവുള്ളൂ. അത് ഒരിക്കലും ആർക്കും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം തീർച്ചയായിട്ടും കർമ്മഫലം കൊണ്ടേ പോവുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ നമ്മളെ വിൽക്കുള്ളൂ. അത് ഇപ്പോഴത്തെ ആസ്വദിച്ച ഈ സന്തോഷമല്ലേ അന്നും ഉണ്ടായിരിക്കണം. അതാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ ഞാൻ നിർത്തുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോസുമായി വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അസ്സലാമ.